ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 67 ശ്ലോകം 1, 2, 3. സ്ഫുരത്പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിതഭോഗലീലാഃ അസീമമാനന്ദഭരം പ്രപന്നാ മഹാന്തമാപുർമദവംബുജാക്ഷ്യഃ നിലീയത്തെ സൗമയി മയ്യമായം രമാപതിർവിശ്വമനോഭിരാമഃ ഇതി സ്മ സർവാ കലിതാഭിമാന നിരീക്ഷ്യ ഗോവിന്ദതിരോഹിതോ ഭൂഃ രാധാഭിതാം താവദജാതഗർവാം അതിപ്രിയാം ഗോപവധൂം മുരാരേ ഭവാനുപാദായ ഗതോ വിദൂരം തയാ സഹ സ്വൈരവിഹാരകാരീ സ്ഫുരത് പരാനന്ദ രസാത്മകേന ത്വയാ സമാസാദിത ഭോഗലീലാഃ അസീമം ആനന്ദഭരം പ്രപന്ന മഹാന്തം ആപുഃ മദം അംബുജാക്ഷ്യഃ നിലീയത്തെ അസൗ മയി അമായം രമാപതിഃ വിശ്വമനോഭിരാമഃ ഇതി സ്മ സർവാഃ കലിതാ അഭിമാനാഃ നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതഃ അഭൂഃ രാധാ അഭിതാം താവത് അജാത ഗർവാം അതിപ്രിയാം ഗോപവധൂം മുരാരേ ഭവാൻ ഉപാദായ ഗതഃ വിദൂരം തയാ സഹ സ്വൈരവിഹാരകാരി. പദങ്ങൾ. ഹരേ കൃഷ്ണ. സ്ഫുരത്പരാനന്ദരസാത്മകേന ത്വയാ. இந்த பகவான் கூட இருந்து அந்த பரமானந்த ஸ்வரூபனான பகவான்கிட்ட சேர்ந்திருக்கிறதே சமாசாதித போகலீலாக ரொம்ப சௌக்கியமா பகவான் கூட கிரீட பண்ணறதுக்கான ஒரு சமயம் இவாளுக்கு கிடைச்சது. அந்த சமயத்தில் அந்த கோபிகமாரோட மனசில் என்ன வந்ததுன்னா, അസീമം ആനന്ദഭരം പ്രപന്നാഹ. അസീമെന്ന എല്ലയില്ലാത്തത്, വിതൗട്ട് എനി ബോർഡർ ഇല്ലാത്ത അളവുക്ക് പരമാനന്ദമാ ഇരുந்த அந்த ഗോപസ്ത്രീകള് മഹാന്തം മദം ആപുഹു, ഒരു അഹങ്കാരം വന്നതാ. ഭാഗവതത്തിൽ എന്നെ ചൊല്ലുവാന്ന ഏവം ഭഗവത കൃഷ്ണൻ ലബ്ധമാന മഹാത്മന ആത്മാനം മേനിരേ സ്ത്രീണാം മാനിന്യോഭ്യധികം ഭൂവി. അങ്ങനെ എനക്ക് കിടച്ചത് കൃഷ്ണര്, എനക്ക് താൻ കിടച്ചത് അപ്പടിന്ന് ഒരു ഗോപിക്കും തോന്നാൻ ആരംഭിച്ചതാ. അപ്പോഴേ അവളോട് മനസ്സിലത് കണ്ടപ്പോൾ ഭഗവാൻ അങ്ങേന്ന് മുള്ള നഴുവി പോയിട്ടാരാം. വിശ്വമനോഭിരാമഃ ലോകൈകസുന്ദരനാന അസൗ രമാപതിഃ ലക്ഷ്മീവല്ലഭൻ ഇന്ദിരാവല്ലഭൻ അമായം മയി നിലീയതേ. എങ്കട്ടെ ആക്കും அந்த கிருஷ்ணன் எங்கிட்ட லயிச்சிருக்கார், எங்கூடியாக்கும் இருக்கார். மயி எங்கூடியாக்கும் இருக்கார் இல்லையா, அடுத்தவள் நினைக்கிறாளாம், இன்னொரு கோபி நினைக்கிறாளாம், எங்கூட மாத்திரம் தான் இருக்கார் அப்படின்னு ஒவ்வொரு தாளுக்கும் என்னோடு மாத்திரமாக்கும் கிருஷ்ணன் அப்படிங்கிற ഭാവത്തില് വന്നാ ഇതി സ്മ സർവാഹ, എല്ലാ ഗോപികളും இந்த மாதிரி நினைச்சப்போ கலிதாபிமானாக நிரீட்ச. அப்போ அவளுக்கு அகங்காரம் வந்தாச்சா, எனக்கு மாத்திரம் கிருஷ்ணன், மீதி யாருக்கும் கிடையாது. அந்த ஒரு ഭാവം എത്തിനപ്പോ അഹങ്കാരം വന്നപ്പോ ഗോവിന്ദ ത്വം തിരോഹിതഃ ഭൂഃ, ഭഗവാൻ അങ്ങേന്ത് മാറിപ്പോയിട്ടാരാം. താസാം തത് സൗഭഗമതം, ഇതൊക്കെ സൗഭഗമതം ചൊല്ലുക.
ആനത് ഭഗവാനെ ആനാക്കൂടി എന്നോട് മാത്രം എന്ന് നനയ്ക്കപ്പെടാതെ ഭഗവാൻ സർവവ്യാപിയാക്കും, എല്ലാവർക്കും ഉള്ളതാക്കും. അപ്പടിങ്കര രീതിയിൽ നനയ്ക്കണം. താസാം തത് സൗഭഗമതം വീക്ഷ്യ മാനം ച കേശവ പ്രശമായ പ്രസാദായ തത്രൈവാന്തരധീയത. അങ്ങേത് ഭഗവാൻ ഇവാളെല്ലാവരും വിട്ടിട്ട് പോയിട്ട് ആർക്കെല്ലാം അപ്പടി എന്താ സൗഭാഗമതം നന്നതോ അവളെല്ലാം വിട്ടിട്ട് പോയിട്ട് നമ്മൾക്ക് വാശിക്കുന്ന സമയത്തിൽ തോന്നുമോ നാം നന്ന വാശിக்கிறேன், കൃഷ്ണർ സന്തോഷപ്പെട്ട് നാം വാശിക്കട്ടെ അപ്പടിയും നമ്മൾക്ക് തോന്നും. ആന അന്ത ഒരു തോന്നൽ മനസ്സിൽ വന്നാന അടുത്ത വാർത്ത വാശിക്കത്തെ തപ്പ് വന്നിടും, തടുമാറും. ரொம்ப ഈസിயான വാർത്തയാനാ കൂടി തടുമാറും. മുരാരേ ഹേ ശ്രീകൃഷ്ണ, കൃഷ്ണ ഭഗവാനെ, ഭവാൻ താവത് അജാതഗർവാം അതിപ്രിയാം രാധാഭിതാം ഗോപവധൂം ഉപാദായ. ഭഗവാൻ അങ്ങേന്ത് ഗർവമില്ലാത്ത ഒരു ഗോപി ഇരുന്നാള, അത് രാധങ്കര പേരിൽ. ഭാഗവത്തിലെ രാധാങ്കര പേര് ചൊല്ലരുതില്ലേ. എന്നാ രാധാങ്കര പേര് ചൊല്ലിക്കഴിഞ്ഞാൽ ശ്രീ ശുഖബ്രഹ്മർഷി അപ്പടിയേ സമാധിയിൽ പോയിടുവരെ. അതിനാല് എന്താ രാധാങ്കര വാർത്തയെ ചൊല്ലിയിട്ടില്ലേ ഭാഗവത മൂലത്തിൽ. ഒരു ഗോപസ്ത്രീ കൂടെ ഭഗവാന്മാരാണ്. അതാണത് എല്ലാവരും പാക്കറ ഇങ്കും കാണാറില്ലേ കൃഷ്ണര്. അപ്പോൾ രണ്ട് കാൽപാദം ചേർന്ന് പുറത്ത് തിരിയറുതാ. രണ്ട് ലെഫ്റ്റ് രണ്ട് റൈറ്റ്, രണ്ട് ലെഫ്റ്റ് രണ്ട് റൈറ്റ്, ഇപ്പിടി കാൽപാദങ്ങൾ പുറത്തിരിഞ്ഞ്. അപ്പോൾ ഈ ഗൗനമ്മ പാക്കറത്തെ ഒരെണ്ണം പിരിച്ച് ഒരെണ്ണം കുട്ടി. അപ്പോൾ ഒന്ന് കൃഷ്ണനോട്, ഒന്ന് വേറെ ഏതോ ഒരു ഗോപിയോട്. ഗോപി ആര്, ഏതോ ഒരു ഗോപിക്ക് മാത്രം കൃഷ്ണനെ കടച്ചിരിക്കുകയെന്ന് ഇനിയിപ്പോൾ തേടിന്ത് പുറത്ത് പാക്കലാന്ന് വിളിക്കുക. അപ്പം அந்த രാധാങ്കര പേരിലുള്ള அந்த ഗോപസ്ത്രീക്ക് ഗർവം ഇരിക്കലേ. അതിനാല அந்த ഗോപസ്ത്രീയെയും കൂട്ടിന്ത് പോറാർ തയാ സഹ സ്വൈരവിഹാരകാരി വിദൂരംഗത. அந்த രാധാ கூட സ്വൈരമാ രമിக்கிறதுக்கு கொஞ்சம் തള്ളി പോയിട്ട് ഒരു എന്താ മണൽത്തിട്ടില പോയി കൃഷ്ണരും രാധയുമാ അങ്ങ് ഇത് രാസം മണ്ണറാങ്കറതൊക്കെ കാട്ടുക. ഇനി എന്താ ഭഗവാനെ കാണായിക്കായി ആനപ്പോൾ അന്ത ഗോപസ്ത്രീകൾക്കുണ്ടാന അവസ്ഥയാക്കി ഇനി ചൊല്ലറ. ഹരേ കൃഷ്ണ.